മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ദിവ്യയും കൊനേരു ഹംപിയും തമ്മിലുള്ള മത്സരം ടൈ ബ്രേക്കറിലേക്ക്. രണ്ടാം മത്സരവും സമനിലയിൽ പിരിഞ്ഞു. നാളത്തെ ടൈ ബ്രേക്കറിൽ ലോക ജേതാവിനെ അറിയാം. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, രണ്ട് ക്ലാസിക്കൽ പോരാട്ടവും സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ടൈ ബ്രേക്കർ പോരാട്ടം. തീർച്ചയായും റിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ക്ലാസിക്കൽ പോരാട്ടവുമാണ് ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ മത്സരവും സമനിലയിൽ പിരിഞ്ഞിരുന്നു. 41 നീക്കങ്ങളോടെയായിരുന്നു കഴിഞ്ഞ ദിവസം സമനില ഇരുവരും ദിവ്യ ദേശ്മുഖും അതേപോലെ തന്നെ കൊനേരു ഹംപിയും തമ്മിൽ നടന്നത്. ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ ഇരു താരങ്ങളും 34 നീക്കങ്ങൾക്കൊടുവിലാണ് സമനില നേടിയത്. ഇരുവരും ഓരോ പോയിന്റ് വീതം നേടിയിട്ടാണ് സമനിലയിൽ പിരിഞ്ഞത്. കൂടാതെ നാളെ നടക്കുന്ന ടൈ ബ്രേക്കറിൽ നമുക്ക് ലോക ജേതാവിനെ അറിയാൻ സാധിക്കും രജീഷ്. കൂടാതെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ താരങ്ങൾ തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ലോക കിരീടത്തിന് ഇന്ത്യക്കാർ കരുക്കൾ നീക്കുന്നത് എന്നും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് രജീഷ്. ശരി ഖിലാഫ്, എന്തായാലും ഇന്ത്യൻ ചെസ്സിലെ രണ്ട് തലമുറകൾ തമ്മിലുള്ള പോരാട്ടമാണ് ലോകകപ്പിന്റെ ഫൈനലിൽ നടക്കുന്നത്. ആദ്യ രണ്ട് പോരാട്ടവും ഒപ്പത്തിനൊപ്പം സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് ടൈ ബ്രേക്കർ പോരാട്ടം.